ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാൽപന്ത് എന്നത് ആ നാട്ടുകാർക്ക് എന്താ പറയുക, ഒരു ഗെയിമിനെക്കാളും അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ആണ്. അവരുടെ ഇമോഷൻസ് കടന്നു പോകുന്ന, അവരുടെ ഇമോഷൻസിന്റെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ് അവർക്ക് ഫുട്ബോൾ എന്ന ഗെയിം. അപ്പോൾ അവരുടെ നാടിന്റെ ആ ഒരു ദേശീയ ടീം പ്രഖ്യാപിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഫുട്ബോൾ ഫെഡറേഷന് ഒരു മെഗാ ഷോ നടത്തിയല്ലേ പറ്റൂ. അതെ, അവരുടെ രാജ്യം വിശ്വമാമാങ്കത്തിലേക്ക് 2026 വിശ്വമാമാങ്കത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതൊരു മെഗാ ഷോ, അതൊരു ആഘോഷം തന്നെയാണ്. അത് എന്താ പറയാ, ചരിത്രത്തിലെ ഒരു നിമിഷമായി മാറുക തന്നെ വേണം. സാധാരണ എല്ലാ ടീമുകളും ചെയ്യുന്ന ഒരു പ്രസ് മീറ്റ് വിളിച്ച് ടീം പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ബ്രസീൽ എന്ന രാജ്യം. ബ്രസീൽ എന്ന ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാർ, 5 കിരീടം നേടിയിട്ടുള്ളവർ, ലോക ഫുട്ബോളിൽ എന്താ പറയുക, ഒരു വേൾഡ് കപ്പ് പോലും കളിക്കാതെ ഇരുന്നിട്ടില്ലാത്ത രാജ്യമാണ് ബ്രസീൽ എന്ന രാജ്യം. അപ്പോൾ അവർക്കത് വലിയ വലിയ ആഘോഷം തന്നെയാണ്. ദ ഫെസ്റ്റിവൽ മൂഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും പരിഗണിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇൻസ്റ്റ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. വിലയേറിയ സപ്പോർട്ടുകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം. അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, ഇന്ന് ബ്രസീലിന്റെ ടീം പ്രഖ്യാപിക്കുകയാണ് കാർലോ ആൻസലോട്ടി. അതിൽ ഏവരും ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരും ഉറ്റുനോക്കുന്ന സുൽത്താൻ ഉണ്ടാകുമോ, നെയ്മർ ജൂനിയർ എന്ന നമ്മുടെ സ്വന്തം നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ ഉണ്ടാകുമോ എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ്, വിശുദ്ധ വിവരങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. എങ്ങനെ കാണാൻ പറ്റും? ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ CBF TV-യിലൂടെ അത് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ എവിടെ വെച്ചത്? റിയാഡോ, ബ്രസീലിന്റെ ക്യാപിറ്റലായ തലസ്ഥാനമായ റിയാഡോ ജനീറോയിലെ മ്യൂസിയം ഓഫ് മന, അതായത് മ്യൂസിയം ഓഫ് ടുമാറോ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. മലയാളം ഒരു ഭാവിയിലെ മ്യൂസിയം എന്നൊക്കെ പറയാം. അപ്പം അവിടെ വെച്ചാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്. പിന്നെ ആദ്യം നടക്കുന്നത് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ CBF-ന്റെ പ്രസിഡന്റിന്റെ ഒരു വെൽക്കം സ്പീച്ച്, പിന്നെ സ്പോൺസേഴ്സിന്റെ ഒരു വീഡിയോ, അവരുടെ ഒരു വീഡിയോസ് കാണും. അതിനുശേഷം അവരുടെ സിംഗേഴ്സിന്റെ ഒരു മ്യൂസിക് ഷോ കാണും. എന്താ പറയുക, ഒരു ഓഡിയോ ലോഞ്ച് പോലെയാണ് ഒരു ഫുട്ബോൾ ടീം പ്രഖ്യാപനം ഒരു ആഘോഷമായി നടക്കുന്നതെന്ന് ഓർക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഓഡിയോ ലോഞ്ചിലേക്ക് കണ്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം കാർലോ ആൻസലോട്ടി ബ്രസീലിയൻ ടീം പ്രഖ്യാപിക്കും. പിന്നീട് അതിനുശേഷം രാജാവിന് വഴിയൊരുക്കടാ എന്നും പറഞ്ഞ് കാർലോ ആൻസലോട്ടി എന്ന ബ്രസീൽ പരിശീലകൻ ഫോക്സ് വാഗൺ കാറിൽ കയറി ഒരു പോക്കുണ്ട്. എങ്ങോട്ടേക്ക്? ഹെലിപ്പാഡിലേക്ക്. ഹെലികോപ്റ്ററിൽ കയറി ഗ്ലോബോ TV-യുടെ സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹം പോകും. അവിടെ ഇന്റർവ്യൂവിൽ വെച്ച് ബ്രസീൽ ടീമിന്റെ കോളപ്പിനെ പറ്റി അദ്ദേഹം വിശദമായി സംസാരിക്കും. ഇതാണ് ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് സമയം എപ്പോഴാണ്? ബ്രസീലിയൻ ടൈം 5 മണി, അതായത് വൈകുന്നേരം. അതായത് നമുക്കിവിടെ പാതിരാത്രി 1:30. ഓക്കെ, പാതിരാത്രി നമുക്കിവിടെ 1:30. ഇനി അതായത് ഉറക്കമൊഴിച്ച് കാണണമെന്നർത്ഥം. നോ പ്രോബ്ലം, അത് നമുക്ക് വിഷയമല്ല. എന്താ പറയുക, അവിടെ ലക്ഷറി ആയിട്ട് ഈവന്റ് നടക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ഉറക്കം വെച്ചാൽ എന്താ. എന്തായാലും ലൈവ് കണ്ടില്ലെങ്കിലും ഒരു 3 മണി 3:30 ആകുമ്പോൾ ഞാൻ നമ്മുടെ സെയ്റ്റ് ടോക്സിൽ വിശദ വിവരങ്ങൾ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.